എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വാഴച്ചുണ്ട് തോരൻ വെക്കാനായിട്ട് അരിയുന്ന സമയത്ത് അതിലെ കറ കളയാനായിട്ട് ഇതുപോലെ കുറച്ച് ചൂട് കഞ്ഞിവെള്ളം എടുത്ത്, ഒരുപാട് ചൂടുള്ളതല്ല, ചെറു ചൂട് കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് ഒരു 2 പ്രാവശ്യം ഇതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുത്താൽ ആ കറ മുഴുവനായിട്ട് പോയി കിട്ടും. അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ കൈകൊണ്ട് വാരിയെടുക്കുന്നതിന് പകരം ഇതുപോലുള്ള ഒരു അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിലും ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ അറിയാത്തവർക്ക് ഇതുപോലെ ഈ ഒരു ടിപ്സ് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിത് കഴുകിയെടുത്തതാണ്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോരൻ വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്കത് തോരനുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഹെയർ ഡൈ സമയക്കുറവ് ഉള്ളവർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ പാക്കാണ്. ഇതുവരെ നരച്ച മുടി ഇതുപോലുള്ള ഹെയർ ഡൈകൾ തേച്ചിട്ട് കറുപ്പ് പിടിക്കാത്തവർക്കുള്ള നല്ലൊരു പാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ഇത് മുഴുവനായിട്ടും കാണുക. മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ, അതുപോലെ ചെയ്തെടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാനിവിടെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് മുറിവിനൊക്കെ കെട്ടുന്ന ഒരു കോട്ടൺ നെറ്റ് പോലത്തെ ഒരു തുണിയില്ലേ, ആ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ, അത് പഞ്ഞി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവോളയുടെ തൊലിയാണ്. സവോളയുടെ തൊലി എന്ന് പറയുമ്പോൾ ആ മേളിലുള്ള തൊലി മാത്രമല്ല, കുറച്ച് ഹാർഡായതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അടിഭാഗം മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ വലിയ ഉള്ളിയൊന്നും എടുക്കണ്ട. നമ്മൾ ഉള്ളി വാങ്ങുമ്പോൾ അതിൽ ചെറിയ ഉള്ളികൾ ഉണ്ടാവില്ലേ, ആ ഒരു ഉള്ളി മാത്രം എടുത്താൽ മതി. നമുക്ക് എത്രയാണോ നമുക്ക് മുടിയുള്ളത്, ഒരുപാടുണ്ടോ അതോ കുറച്ചാണോ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ നെറ്റിയിലും അതുപോലെ ചെവിയുടെ സൈഡിലൊക്കെയുള്ള നര മാറ്റാനായിട്ടാണ് കൂടുതലും. ഈ ഒരു ഫസ്റ്റ് പാക്ക് ഞാൻ 2ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ നെറ്റിയിലുള്ള ആ ഒരു നെറ്റിയുടെ സൈഡിലുള്ള നരച്ച മുടിയെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 100% ഷുവറാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ചേട്ടനൊക്കെ ഹസ്ബൻഡിനൊക്കെ ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ട്. മീശയിലും താടിയിലും ഒക്കെ പുരട്ടാനായിട്ട് വളരെയേറെ നല്ലതാണ്. കാരണം ഇത് മീശയിലൊക്കെ നമ്മൾ മറ്റതൊക്കെ തേച്ച് കഴിഞ്ഞാൽ പോലും എല്ലാവർക്കും അതൊരു അസൗകര്യമായിരിക്കും ജോലിക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു പാക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ജോലിക്കും പുറത്തും എല്ലാം പോകാം. ഇത് കഴുകി കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇനി ഞാനും ചേർക്കുന്നത് നാരങ്ങയുടെ തൊലിയാണ്. ഈ നാരങ്ങയുടെ തൊലി വെയിലത്ത് വെച്ച് 3/4 ഭാഗവും ഉണക്കിയെടുത്തതാണ്. ഒരുപാട് നമ്മൾ ഉണക്കിയെടുക്കാൻ പാടില്ല. 3/4 ഭാഗം നമ്മൾ ഉണക്കിയെടുത്തതാണ്. അടുത്തത് കൊപ്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങയല്ല, കൊപ്ര ഒരു 3/4 ഭാഗം, അതും ഒരു 3/4 ഭാഗം ഉണങ്ങിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഉണങ്ങിയത് എടുക്കരുത്. 3/4 ഭാഗം മാത്രം ഉണങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തുണി കിട്ടാത്തവർക്ക് കോട്ടൺ ആയാലും മതിയാവും. എന്ന് വെച്ചാൽ പഞ്ഞിയിൽ ഇതുപോലെ കെട്ടി നമുക്ക് വെച്ചാലും മതിയാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഞാനിത് ഇതുപോലെ ചെയ്ത് 2 പാക്ക് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ എടുത്തത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കെട്ടി വയ്ക്കാം. കെട്ടിയിട്ട് നമുക്കൊരു ഇരുമ്പ് പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നല്ല പോലെ കെട്ടി വയ്ക്കണം. അതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ, ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണയാണെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 2 സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക.
ചെറിയ അടി കട്ടിയില്ലാത്ത പാത്രം എടുക്കരുത്. ഇനി ചെയ്യാനായിട്ട് പോകുന്നത് വളരെയധികം ശ്രദ്ധയോടെ കൂടെ ചെയ്യുക. നമ്മളിതിൻ്റെ മേളിലായിട്ട് ആ തുണിയുടെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ, ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആരും തീപ്പെട്ടിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇലക്ട്രിക് ലൈറ്ററാണ് എടുക്കുന്നത് കത്തിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കിച്ചണിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് കത്തിക്കരുത്. കാരണം ഇതിന് കുറച്ച് സ്മെല്ലുള്ളത് കൊണ്ട് ഒരിക്കലും കിച്ചണിൽ വെക്കരുത്. നിങ്ങൾ വർക്ക് ഏരിയയിലോ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ സേഫായ ഒരിടത്ത് മാത്രം നിങ്ങളിതുപോലെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വരാതെയൊക്കെ നിങ്ങൾ നോക്കുക. കാരണം ഇത് നമ്മൾ ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകം കെയർഫുള്ളായിട്ട് കുട്ടികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് മാത്രം നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കുക കേട്ടോ. ഞാനിവിടെ ഹെയർ ഡൈ ചെയ്യുന്നതാണ് ഈ 2 പാത്രം. ഈ ഹെയർ ഡൈ ചെയ്യുന്ന 2 പാത്രങ്ങളാണ് ഞാനിതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മൂടി വെച്ച് കുട്ടികളൊന്നും തൊടാത്തൊരു സേഫായൊരു സ്ഥലത്ത് ഇത് മാറ്റി വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്കിത് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം എന്താവുമെന്ന്. ഞാനൊരു 20 മിനിറ്റ് ആയപ്പോഴാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അതിൻ്റെ മേളിൽ നമ്മൾ കത്തിച്ച് അതിൻ്റെ ആ ഒരു കരി മുഴുവനായിട്ട് ഈ പാത്രത്തിൽ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യം. ഈ ഒരു കരിയാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം എങ്ങനെയുണ്ട്, ഇത് പോകുകയോ ഇല്ലയോ എന്ന്. പൈപ്പിൽ നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം. ഈ ഒരു കരി എത്ര കഴുകിയാലും അമർത്തി ഉരച്ചാൽ പോലും ഇതിൻ്റെ ആ ഒരു കളർ പോകുന്നില്ല. ഇനി ഇതിൽ പോകണമെങ്കിൽ നല്ല ഷാമ്പുവോ അല്ലെങ്കിൽ വിമ്മോ അല്ലെങ്കിൽ വിമ്മ് ലിക്വിഡായതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകിയാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ഹെയറിലൊന്ന് തേച്ച് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി തേച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് എന്നാലും ഇടയ്ക്ക് 1-2 ഉണ്ടാവും. ഞാനിവിടെ തേച്ച് കാണിക്കുന്നുണ്ട്. ഞാനിതെൻ്റെ ഹസ്ബൻഡിൻ്റെ താടിയിലും മീശയിലും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ക്യാമറയിലൊന്നും വരാൻ അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പക്ഷേ എൻ്റെ തലയിൽ തന്നെ ഞാനത് തേക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട്, ഇത് നമ്മൾ തേച്ച ഉടനെ തന്നെ തലയിൽ അത് പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഇത് മാത്രമല്ല ഞാനിത് ഇത് സ്പ്രെഡ് ആവുമോ ഇല്ലയോ എന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മളിതൊന്ന് തുടച്ച് നോക്കുക. തുടച്ച് നോക്കിയാൽ പോലും ആ ടിഷ്യൂ പേപ്പറിൽ ഒട്ടും തന്നെ അതിൻ്റെ ഒരു പാടോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആ കരി എടുത്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുത്താൽ ആ മുടിയിൽ അത് പറ്റിയിരിക്കും. പിന്നെ അത് സ്പ്രെഡാകുകയോ ഒന്നുമില്ല. ഇത് നെറ്റിയുടെ സൈഡിലൊക്കെ നരയുള്ളവർക്കും അതുപോലെയുള്ള മീശയിലും താടിയിലൊക്കെയാണ് ചെയ്യാനായിട്ട് ഏറ്റവും ഈസി. വലിയ ഹെയറൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അവർക്കുള്ളതാണ് ഞാൻ ഹെയർ ഡൈ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ വളരെയധികം ഉപകാരമുള്ളൊരു ഹെയർ ഡൈ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു പൊടി നമ്മൾ സ്പൂണ് കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് ഒരു ബോട്ടിലിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് കുളിക്കുമ്പോഴൊന്നും ഇത് പോവില്ല കേട്ടോ. നിങ്ങൾ ഷാമ്പുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ സോപ്പ് സംബന്ധമായിട്ടുള്ളതൊക്കെ ചെയ്താൽ മാത്രമേ ഇത് പോകുകയുള്ളൂ തലേന്ന്. ഇത് വെറുതെ കയ്യിലെടുത്തിട്ട് മുടിയിൽ അല്ലെങ്കിൽ മീശയിൽ താടിയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ ബ്രഷോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹെയർ ഡൈ ആണ്. അതുകൊണ്ട് ബാക്കി കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളപ്പോൾ ഈ ഒരു കത്തിച്ച ആ ഒരു കോട്ടൺ തുണി നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു ഉള്ളിത്തൊലി, നാരങ്ങയുടെ തൊണ്ട്, കൊപ്രയുടെ തേങ്ങ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതും കുട്ടികളാരും ഇല്ലാത്ത സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം ഇതിൽ ഭയങ്കരമായിട്ട് പുകഞ്ഞ് വരുന്നതുകൊണ്ട് അത് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ വർക്ക് ഏരിയയിലോ അങ്ങനെ അല്ലെങ്കിൽ മുറ്റത്തോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളത് കരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പ്രത്യേകം. അപ്പം ഞാനിത് വർക്ക് ഏരിയയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നല്ല പുകയാണ്. ജനലൊക്കെ തുറന്നിട്ടിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കരിച്ചെടുക്കാം. നമ്മൾ കുറച്ച് നമുക്ക് നല്ല ഫലം കിട്ടണമെങ്കിൽ, റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് പാടാണ്. കാരണം അത് നാച്ചുറൽ അല്ലേ, കെമിക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കരിച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊപ്രയുടെയും എല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം. പക്ഷേ എന്നാലും ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. വെള്ളമയം ഒന്നും ഇല്ലാതെ വേണം ഈ ഒരു പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നെല്ലിക്കാപ്പൊടി, അശ്വഗന്ധ ചൂർണം, ത്രിഫലാദി ചൂർണം, ഇത് മൂന്നും കൂടി ഞാൻ മിക്സ് ചെയ്തതാണ് ഈ പൊടി. ഇത് മൂന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നതാണ് ഈ പൊടികളെല്ലാം. മൂന്നും ഓരോ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെല്ലിക്കാപ്പൊടി മാത്രം ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ വീഡിയോയിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിങ്ങളുടെ നരച്ച മുടി കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. സാധാരണ 2 മാസം അല്ലെങ്കിൽ 2.5 മാസം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ നമ്മുടെ ആ ഒരു നരച്ച മുടി കറുപ്പായിട്ട് തന്നെ നിൽക്കുന്നതാണ്. നമ്മൾ ഷാമ്പു അങ്ങനെയുള്ള താളിയൊക്കെ ഉരച്ച് കഴുകാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ തന്നെ കുറേ നാൾ കറുപ്പായിട്ട് തന്നെ നിൽക്കും മുടിയിൽ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ടിട്ട് കഴുകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമല്ല, എന്തിട്ട് കഴുകിയാലും നിങ്ങൾ മുടി നന്നായിട്ട് സ്ക്രബ് ചെയ്യരുത്. സ്ക്രബ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ കളറ് ഇളകിപ്പോകാനുള്ള ചാൻസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് തൈരാണ്. എപ്പോഴും നമ്മൾ ഏത് ഡൈ ചെയ്യുമ്പോഴും ഇതുപോലുള്ള ഡൈകൾ ചെയ്യുമ്പോൾ തൈര് നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. കട്ട തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കുറച്ച് ലൂസായ തൈരാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രൂ ആണ്. നെസ്കഫേയുടെ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. എനിക്കിപ്പോൾ ബ്രൂ ആണ് കിട്ടിയത്. അതൊരു പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ വളരെയധികം വെള്ളം ആവരുത്. ഒരു ദോശമാവിൻ്റെ ഒക്കെ ആ പരുവത്തിൽ വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചായപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി അല്ല, ചായ തിളപ്പിച്ച വെള്ളം വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പൊടിയുപ്പ് ചേർക്കരുത്, കല്ലുപ്പ് പൊടിച്ചത് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് തന്നെ ദോശമാവിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ നേരം, 1-2 മണിക്കൂർ നേരം നമ്മൾ വെച്ചതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡൈ വളരെയധികം ഉപകാരമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. കാരണം ഇത് തേച്ചിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഞാനത് തേക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും മാറി ഞാൻ തേച്ച് അങ്ങനെയാണ് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ചെയ്യണം. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. നിങ്ങളിത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. മുടിയിൽ 2 ദിവസം മുന്നേ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് മുടി നന്നായിട്ട് ഉണക്കുക. ഉണക്കിയതിന് ശേഷം വേണം ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ. അടുത്ത നീലയമരിയുടെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നീലയമരിയും ഹെന്നയും ഒരിക്കലും ഒരുമിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല.
കിട്ടുമെന്ന് പറയുന്നത് വെറുതെയാണ്. മാത്രമല്ല നീലയാമ്പരി അലർജി ഉള്ളവർക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിൽ നീലയാമ്പരിപ്പൊടി മിക്സ് ചെയ്യാതിരിക്കുക കഴിയുന്നതും. ഗ്ലാസിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിലോ മാത്രം നിങ്ങൾ ഈ നീലയാമ്പരിപ്പൊടി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ, മുടി കുറച്ചായതുകൊണ്ട് ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 സ്പൂൺ നിറയെ നമ്മൾ നീലയാമ്പരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അലോവേറയുടെ ജെല്ലാണ്, ശരിക്കുള്ള ഒറിജിനൽ അലോവേറയുടെ ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ കല്ലുപ്പ് പൊടിച്ചതാണിത്, അതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി കോഫി പൗഡറും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പ്രത്യേകം ഈ കൂട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി നല്ല കളർ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ചൂടുവെള്ളം, ചൂടെന്ന് പറയാനായിട്ട് ഇളം ചൂടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചും ഈ നീലയാമ്പരിപ്പൊടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതും വളരെയധികം നല്ലതാണ്. മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും സ്കാൾപ്പിനും ഒക്കെ നല്ലത് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നീലയാമ്പരിപ്പൊടി തന്നെയായിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ കൂടെ എപ്പോൾ നിങ്ങൾ നീലയാമ്പരി ചെയ്താലും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അലർജി ഉള്ളവർ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഹെയർ ഡൈകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നീലയാമ്പരി ഒരിക്കലും നമ്മൾ എടുത്ത് വെക്കാൻ പാടില്ല. മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്ത് ഇനി അരമണിക്കൂർ മാക്സിമം നിങ്ങൾ വയ്ക്കുക. അല്ലെങ്കിൽ നല്ല മുടിയുള്ളവർക്ക് 1 മണിക്കൂർ വയ്ക്കാം. മുടി കുറച്ചുള്ളവർക്ക് അരമണിക്കൂർ മാത്രം വെച്ചാൽ മതിയാകും. അലർജി ഉണ്ടോ എന്നറിയാനായിട്ട് തലേദിവസം തന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരല്പം എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നെല്ലിയാമ്പരി പൊടിയും തൈരും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരല്പം കേട്ടോ, കൂടുതലൊന്നും എടുക്കണ്ട, ഒരല്പം എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പാച്ചിലൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി. എന്തെങ്കിലും ചൊറിച്ചിലോ പോച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% നിങ്ങൾക്ക് 95% തന്നെ അലർജി മാറാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ആദ്യമേ തന്നെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ നീലയാമ്പരി ചെയ്താൽ മതി. മിക്കവർക്കും അലർജി ഉണ്ടാകാനുള്ള കാരണം ഒരുപാട് നേരം നിങ്ങൾ ഇത് തലയിൽ വെക്കുന്നത് കൊണ്ടാണ്. മുഖത്തിന് കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് നേരമൊന്നും നമ്മൾ വെക്കരുത്. മുടിയില്ലാത്തവർ അരമണിക്കൂർ നേരം വെക്കുക. 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. മുടിയുള്ളവർക്ക് 1 മണിക്കൂർ. കുറച്ച് സമയം എടുത്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഈ ഒരു പാക്ക് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത്.